ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 15 കപിലോപദേശം. ശ്ലോകം 6. അഹഹ ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഹൃഗസക്തോ യാതനാമയ്യ ഭക്ത കപിലതനു ഇതിത്വം ദേവഹൂത്യന്യഗാദീഹി. പദം. അഹഹ ബഹുല ഹിംസ സഞ്ചിത അർത്ഥൈ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതഃ ബാലലാളി വിശതിഃ ഗൃഹസക്ത യാതനാം മയി അഭക്തഃ കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. അർത്ഥം: കഷ്ടം. എന്നിൽ ഭക്തിയില്ലാത്തവൻ ഒട്ടേറെ ഹിംസകൾ മൂലം ശേഖരിച്ച ധനം ഉപയോഗിച്ച് നിത്യവും കുടുംബാംഗങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നു. സ്ത്രീജിതനായി കുട്ടികളെ ഓമനിച്ച് ഗൃഹാസക്തനായി യാതനകൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് കപിലസ്വരൂപനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു. ശ്ലോകം 7. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്യംഘ്യ ബാല്യം പുനരഭിപതമുഹുത്തേവ താരുണ്യകാലേ കപിലതനു ഇതിത്വം ദേവഹൂത്യൈന്യഗാദീ. പദം. യുവതി ജഡരഖിന്ന ജാതബോധ അഭി അകാണ്ഡേ പ്രസവഗളിതബോധ പീഡയാ ഉല്ലംഘ്യ ബാല്യം പുന അഭി ബദ മുഹ്യതി ഏവ താരുണ്യകാലേ കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. അർത്ഥം: സ്ത്രീയുടെ ഗർഭാശയത്തിൽ കിടന്ന് ക്ലേശിക്കുമ്പോൾ സ്വന്തം പാപകൃത്യങ്ങളെപ്പറ്റി ഓർത്ത് നിസ്സഹായനായി തീരുന്ന മനുഷ്യൻ പ്രസവ സമയത്ത് വീണ്ടും ജ്ഞാനം നശിച്ചവനായി തീരുകയും പീഡകൾ അനുഭവിച്ച് ബാല്യം കടന്ന് താരുണ്യം പ്രാപിക്കുമ്പോൾ പിന്നെയും മോഹിക്കപ്പെടുകയും ചെയ്യുന്നു. എന്ത് ദയനീയം എന്ന് കപിലരൂപധരനായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു. ശ്ലോകം 8. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിബദതി കാലേ ദക്ഷിണോത്തോപഗാമി മൈ നിഹിതമകാമം കർമ്മധൂതക് പദാർത്ഥം കപിലതനു ഇതിത്വം ദേവഹൂത്യൈന്യഗാദീ. പദം. പിതൃസുരഗണയാജീ ധാർമ്മിക യ ഗൃഹസ്ഥഃ സഹ ച നിബദതി കാലേ ദക്ഷിണ അധ്വ ഉപഗാമി മയി നിഹിതം അകാമം കർമ്മ തൂ ഉദക് പദാർത്ഥം കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. അർത്ഥം: ധാർമ്മികനായ ഗൃഹസ്ഥാശ്രമി പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞം ചെയ്ത് ആരാധിക്കുമ്പോൾ ദക്ഷിണാപദമായ ധൂമാദി മാർഗത്തിൽ പ്രവേശിക്കുകയും മോക്ഷം അനുഭവിച്ചതിന് ശേഷം താഴെ പതിക്കുകയും ചെയ്യുന്നു. എന്നിൽ സമർപ്പിതമായ നിഷ്കാമകർമ്മം മാത്രമേ ശാശ്വത മോക്ഷദായകമായി തീരൂ എന്ന് കപിലസ്വരൂപിയായ അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു. ശ്ലോകം 9. ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതി അനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഗൈഃ വിമലമതിയദാസോ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. പദം. ഇതി സുവിദിത വേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിം അനുഗൃഹ്യ ത്വം ഗത യോഗി സംഘൈ വിമലമതി അധ അസൗ ഭക്തിയോഗേന മുക്ത ത്വം അപി ജനഹിത അർത്ഥം വർത്തസേ പ്രാക് ഉദീച്യാം. അർത്ഥം: ഹേ ദേവ, ഈ വിധത്തിലുള്ള ഉപദേശങ്ങൾ കേട്ട് യഥാർത്ഥമായ ആത്മജ്ഞാനം സിദ്ധിച്ച ദേവഹൂതിയെ അനുഗ്രഹിച്ചതിന് ശേഷം അങ്ങ് യോഗി സംഘത്തോട് ചേർന്ന് യാത്രയായി. പരിശുദ്ധ ചിത്തയായി തീർന്ന ദേവഹൂതി ഭക്തിയോഗത്താൽ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു.
അങ്ങ് ഇപ്പോഴും ഭക്തജനാനുഗ്രഹത്തിനായി ഈശാനദിക്കിൽ തപസ് ചെയ്ത് വസിക്കുന്നു. ശ്ലോകം 10. പരമകിമബഹൂക്ത്യാ ത്വത്പദാംഭോജ ഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢത്വം ത്വദ്വിധൂയാമയാന്മേ ഗുരുഭവനപുരേശ ത്വയുപാദൽ സ്വഭക്തിം ഗുരുഭവനപുരേശ ത്വയുപാദൽ സ്വഭക്തിം ഗുരുഭവനപുരേശ ത്വയുപാദൽ സ്വഭക്തിം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. പരമ കിമു ബഹൂക്ത്യാ ത്വത്പദ അംഭോജ ഭക്തിം സകല ഭയവിനേത്രീം സർവകാമ ഉപനേത്രീം വദസി ഖലു ദൃഢം ത്വം തത് വിധൂയ ആമയാൻ മേ ഗുരുഭവനപുരേശ ത്വയി ഉപാദൽസ്വ ഭക്തിം. അർത്ഥം. പരമപുരുഷനായ മഹാവിഷ്ണു എന്തിനേറെ പറയുന്നു, അങ്ങയുടെ പാദാംബുജങ്ങളിലുള്ള ഉറച്ച ഭക്തി സകല ഭയങ്ങളെയും നശിപ്പിക്കുമെന്നും സർവേച്ഛകളെയും പ്രദാനം ചെയ്യുമെന്നും അങ്ങ് ദൃഢമായി പറയുന്നുവല്ലോ. ഹേ ഗുരുവായൂരപ്പ, അതുവഴി എൻ്റെ സർവ്വരോഗങ്ങളെയും ശമിപ്പിച്ച് അങ്ങയിൽ ഭക്തി ഉണ്ടാക്കി തരണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത് സത്.